ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു വ്ളോഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകാൻ വന്നത് ഗ്ലോബൽ വില്ലേജ് ദുബായിലോട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഒന്നാമത് ഹസ്ബൻഡിൻ്റെ ഫാമിലി, അമ്മയോ അനിയനും വൈഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോകുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അങ്ങോട്ട് പോവാം. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ വെച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ ഗ്ലോബൽ വില്ലേജിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത് നിറയെ പാർക്കിംഗ് ഏരിയ ആണ്. അത്രത്തോളം പാർക്കിംഗ് ഏരിയ ഉണ്ട്. എന്നാലും കുറച്ച് നേരത്തെ വരെ, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3:45 ആ ഒരു സമയത്ത് എത്തിയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ സ്പേസൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിയും തോറും ഇതൊക്കെ ഫില്ലാവും. അതുകൊണ്ട് നേരത്തെ കാലത്ത് എത്തിയാൽ നല്ലതാണ്. ഒന്നാമത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിൽ എൻ്റർ ആയതും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട് ഇതിന് ഉള്ളിലോട്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ പാർക്കിംഗ് ഏരിയ കുറച്ച് ദൂരെ കിട്ടുവാണെങ്കിൽ അവിടെ നിന്നും നടക്കണം. അപ്പോൾ ഒരുപാട് നടന്നിട്ട് ശരിക്കും ടയേർഡാവും നമ്മൾ. അതിനേക്കാളും കുറച്ച് മുന്നോട്ടായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ എത്തി കേട്ടോ. പിന്നെ ഗ്ലോബൽ വില്ലേജ്, ഇതാണ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ അടുത്തുനിന്ന് നമുക്ക് കാണാൻ നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് 25+ പവിലിയൻസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല ആ കൺട്രീസിലുള്ള ട്രഡീഷണൽ ഫുഡ്, ഡ്രസ്സ്, അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ്, ഇങ്ങനെ പലതരം സാധനങ്ങളുണ്ടാവും. ഇന്നേതും നല്ല ഓർണമെൻറ്റ്സ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്കത് ഷോപ്പ് ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. അതല്ലാണ്ട് അതിൻ്റെ പുറത്തിലോട്ടും നമുക്ക് പലതരം എൻ്റർടൈൻമെൻറ്റും അതുപോലെ അട്രാക്ഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പോകുമ്പോൾ അത് പറഞ്ഞുതരാം. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് എൻ്റർ ആവാം. ഹലോ, അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറെല്ലാം അവിടെയാണ് നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് എൻട്രൻസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എൻട്രാകുന്ന വഴി കാണാം. അപ്പോൾ നമ്മൾ വഴി നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ടൈമിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങും. അതുകൊണ്ട് നമുക്ക് പരമാവധി വീഡിയോസ് വേഗം എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നിലെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സൺസെറ്റും കാണാൻ പറ്റി. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തും ഇതിലൂട്ടിയും നമുക്ക് എൻറ്റർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഫീ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ പേഴ്സണിന് 25 dirhams ആണ് ടിക്കറ്റ് വരുന്നത്. അത് നമ്മൾ ഓൺലൈനിലൂടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 22 dirhams ആണ് പെർ പേഴ്സണിന് വരുന്നത്. അപ്പോൾ നമ്മളിതാ എൻട്രായി. അപ്പോൾ ഇവിടെ നിന്ന് ബാഗൊക്കെ സ്കാൻ ചെയ്ത് ഒരു ടാഗ് അവർ നമ്മുടെ ബാഗിൽ ഒട്ടിച്ച് തരും. പിന്നെ ഇവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അവർ ചെറിയ കാര്യങ്ങളായാലും ഇങ്ങനെ അവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ പുറത്തായാലും ഉള്ളിലായാലും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് പലതരം ഫുഡും ഇവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും. കുട്ടി കുട്ടി ഫൗണ്ടൈൻസും ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് വെളിച്ചുണ്ട്. ഇരുട്ടി തുടങ്ങിയാൽ ലൈറ്റിങ്ങിന് കാര്യം പറയേണ്ട, അടിപൊളിയായിരിക്കും. പലതരം ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പതിയെ ഇതൊക്കെ കാണാം. ഇതില്ല നമുക്ക് ബാറ്റ് കേട്ടോ. പിള്ളേർക്ക് അവരുടെ പേരും ഫോൺ നമ്പറും നമ്മൾ കൊടുത്താൽ മിസ്സായാലും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കുട്ടിയെ കയ്യിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മിസ്സായാലും നമുക്ക് ഇതിന്റെ പേര്, ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പം അതൊക്കെ വിളിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കുട്ടികളെ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജ് പോകുമ്പോൾ വീക്കെൻഡ് പോകണ്ട, വീക്ക് ഡേയ്സ് ഏതെങ്കിലും ഒരു ദിവസമായിട്ട് പോവാ എന്നൊരു പ്ലാനോട് കൂടിയാണ് നമ്മൾ പോയത്. അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ലല്ലോ, പതിയെ കണ്ടിട്ട് വരാമെന്നൊരു പ്ലാനായിരുന്നു. പക്ഷെ അവിടെ പോയി ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ടാവും കേട്ടോ. വലിയ തിരക്കാണെന്നില്ല. പക്ഷെ 6 മണിക്ക് ശേഷം നല്ല തിരക്കിയിരുന്നു. നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷ എല്ലാം തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ടാവാം, അല്ലാണ്ട് ദിവസം ഇങ്ങനെ ആയിരിക്കാം കേട്ടോ. എന്തായാലും അടിപൊളിയേനും.
ഇത് ആദ്യം നമുക്ക് കാണാൻ പറ്റിയ സിരിയ പവിലിയനാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നിൽ കാണാം ഒരാൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ചായയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, പവിലിയൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സ്ഥലത്തിലല്ല കേട്ടോ ആക്കിയ, നല്ല വിശാലമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇപ്പോൾ തുണിയുടെ ഷോപ്പാണെങ്കിൽ പോലും ഒന്നിൽ കൂടുതലുണ്ട്, ഒരു 3 or 4. അതുപോലെ തന്നെ പലതരം സാധനം, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫുഡ് ഉണ്ട്. ഫുഡ് മാത്രമല്ല, അതിൻ്റെ ഡൈനിങ് ഏരിയ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പലതരം കാര്യങ്ങളും ഉള്ളിലുണ്ട്. നമുക്കപ്പം ഇത് പല പവിലിയനിലും പല റേറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചില പവിലിയനിൽ അഫോർഡബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചിലതിൽ കോസ്റ്റ്ലി ആയിട്ട് തോന്നും. അപ്പം ഷോപ്പിങ്ങിനൊന്ന് പോകുന്നവർ ഇങ്ങനെ പതിയെല്ലാം നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോഴും നമ്മൾ സിരിയ പവിലിയനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ പവിലിയനിലും കയറി കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ലെങ്തി വീഡിയോ, അതുകൊണ്ട് അവന്നത്തെ കുറച്ച് വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ലെങ്തി വീഡിയോ ആണ്. പിന്നെ ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ടാവുന്നത് ഒക്ടോബർ സമയത്താണ്. ഒരു വിൻ്ററിൽ സ്റ്റാർട്ടായിട്ട് ടിൽ ഏപ്രിൽ വരെ ഉണ്ടാവും. ഒരു 6 to 7 months ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്തെല്ലാം എപ്പം വേണമെങ്കിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കൽ പോയിട്ട് മൊത്തത്തിൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇടക്കിടക്കായിട്ട് പോയിട്ട് നമ്മൾ കയറാത്ത പവിലിയനിൽ കയറി എല്ലാം കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എവ്രി ഇയർ ഉണ്ടാവില്ല, എല്ലാ കൊല്ലം പോകുമ്പോൾ കയറിയ പവിലിയനിൽ കയറാണ്ട് അടുത്ത തവണ പോകുമ്പോൾ കയറാത്തതിൽ കയറുക. അപ്പം ഏകദേശം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ശരിക്കും തീരൂല കണ്ടാൽ. അത് മാത്രമല്ല, ഇവിടെ ഇതിൽ പല പ്രോഗ്രാംസും ഇങ്ങനെ മാറിക്കൊണ്ടുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മൾ അടുത്ത് കയറാൻ പോകുന്നത് അമേരിക്ക പവിലിയനിലാണ്. അപ്പോൾ ഇതിൽ കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. തായ്ലാൻഡിലോട്ട് കയറാം. അപ്പോൾ തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഓരോ ഷോപ്പുകളും അവരെ ട്രഡീഷണൽ രീതിക്ക് തന്നെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവർ വെച്ചിട്ടുള്ളത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ അവിടെ ഒരു പോയ ഫീലാവും ശരിക്കും പറഞ്ഞാൽ. ഇതാ ഈ മാങ്കോട്ട് ഒരു കൊല വെച്ചതും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഡ്രസ്സാണെങ്കിലും ഷൂസ്, ഇല്ലാത്ത സാധനം ഇല്ല എന്ന് പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടു. വലിയവരതാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല ഗൗണൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായി തോന്നി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇതാ പുറത്തിറങ്ങാൻ പോവാം. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് റൈഡിൻ്റെ സെക്ഷനിലാട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ കയറാമെന്ന പ്ലാനോട് കൂടിയായിരുന്നു പോകുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. നമ്മളില്ലേ ഹൗസ് ഫിയറിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പൊ വരുമ്പോൾ എക്സ്പ്രഷൻ കണ്ടോ, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ എക്സ്പ്രഷനെല്ലാം കണ്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +2 +1 അങ്ങനെ എന്തോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വിസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാംഗ്ലൂരായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ, ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എത്തിയതാട്ടോ. എന്തായാലും ഞാൻ ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ചോക്ലേറ്റ് ഫാക്ടറി പോയ സമയത്ത് ഒരു ഈവനിങ് ആകുമ്പോൾ നമ്മളെല്ലാം കണ്ട് പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഇങ്ങനെ
ഷോപ്പിംഗ് മാളിൽ എവിടെയെങ്കിലും പോകാമെന്ന് അങ്ങനെ അവിടെ പോയി. കാരണം റിട്ടേൺ നൈറ്റ് ആയിരുന്നു. ആ പോയ സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ഒരു ആ ഷോപ്പിംഗ് മാളിൽ ഹൗസ് ഓഫ് ഇയർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100 റുപ്പീസ് പെർ പേഴ്സൺ ആ സമയത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചിട്ടാണ് പോയത് കേട്ടോ. എന്തായാലും പോകാനുള്ള ധൈര്യം ഇച്ചിരി ഉണ്ടെങ്കിലും ഒന്നിച്ചിട്ട് പോകുമ്പോൾ ഒരു കുറച്ചും കൂടി ധൈര്യമാണല്ലോ. അങ്ങനെ പോയി ആ കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെ പോകണമെന്നൊന്ന് തോന്നി പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് ആരും നിങ്ങളെ ടച്ച് ചെയ്യൂല, സൗണ്ടിലൂടെ അതുപോലെ തന്നെ ഇങ്ങനെ മുന്നിലോട്ട് വന്ന് ഇങ്ങനെയല്ലേ പഠിപ്പിക്കുകയുള്ളൂ, ടച്ച് ചെയ്യില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ഞാനല്ല, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ പോകുമ്പോൾ പിടിച്ച കൈയാണ്, പുറത്തിറങ്ങുമ്പോൾ പിടിച്ചോണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു പ്രേതങ്ങളെല്ലാം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിനെ ഡെയിലി ഈ ഇങ്ങനെ പ്രേതങ്ങളെ വേഷമിട്ട ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇവർ മെയിൻ ചെയ്യുന്ന ഒച്ചപ്പാട് തന്നെയാണ്. പിന്നെ മുന്നോട്ട് പെട്ടെന്ന് വരും. അപ്പം അവിടെ ഇങ്ങനെ കേർട്ടൻസ് ഉണ്ടാവും. അത് നമ്മൾ നീക്കുമ്പോൾ ശരിക്കും പേടിയാവും, പെട്ടെന്ന് മുന്നിൽ ചാടി വരുമോയെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ നമ്മൾ നടക്കുന്നുണ്ട്, ഇത് എത്തുന്നില്ല. മൊത്തത്തിൽ ഇരുട്ട് റൂമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പുറത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പേടി ഉള്ളിൽ എന്തായാലും ഉണ്ടേനു. അതെന്തായാലും ഉണ്ടാവും, സ്വാഭാവികമല്ലേ, ഇരുട്ട് റൂം. അപ്പം നമ്മൾക്ക് ഒരു ഇങ്ങനെ വഴി ഇതിലൂടെ ഒന്നും അറിയില്ലല്ലോ, നമ്മളിങ്ങനെ പോകുന്നു ലാസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്നൊരിതിൽ. പക്ഷേ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പഴയ ഓർമ്മകളെല്ലാം പുതുക്കാൻ പറ്റി. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക നിങ്ങൾക്ക് ഓർമ്മ വന്നോന്ന്. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കയറിയ റൈഡ് ദിദുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലോ ഇവിടെ റൈഡിൽ കയറുമ്പോൾ അവരെ ഹൈറ്റിനനുസരിച്ചിട്ട് കയറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൈഡിലും അവൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവളെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇതിലേക്ക് കയറാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു കുട്ടി ജൈൻ വീലുണ്ടേനു, പക്ഷേ കുട്ടി ജൈൻ വീലിൽ കയറിയിട്ടില്ല. നമ്മൾ വലിയ ജൈൻ വീലിൽ കയറാമെന്നൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ഇതിലായിരുന്നു കേട്ടോ കയറ്റിയത്. എന്തായാലും ദിദു ഹാപ്പി ആയിരുന്നു. അപ്പോൾ കൂടെ ഞാനും കയറിയിട്ടുണ്ടായി, അതുകൊണ്ട് ഞാനും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളിതാ ഇതിലോട്ട് ഇങ്ങനെ വട്ടം കറങ്ങി, ഒരു 2-3 വട്ടം വട്ടം കറങ്ങി. എന്തായാലും അവൾ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്നത് ജൈൻ വില്ലാണ്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കയറാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഇത് ഹൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഈ മൊത്തം ഗ്ലോബൽ വില്ലേജ് നമുക്ക് ആ ലൈറ്റിങ്ങിൽ കാണാമെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. എന്തായാലും നടന്നിട്ട് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടു തീരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൽ ജൈൻ വില്ല് കയറാം. ഇതാകുമ്പം നമുക്കും കയറാൻ പറ്റും, കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒന്നിച്ച് കയറാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി റൈഡ്സിൽ കയറി ഹൈറ്റുള്ള റൈഡ്സിലും കയറിയാലും നമുക്ക് കാണാം, പക്ഷേ അത് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ മെല്ലെ പോവും, അപ്പോൾ പേടിയില്ലാതെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് തെരഞ്ഞെടുത്തതാട്ടോ. നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം എമർജൻസിക്ക് ഇവിടെ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചെല്ലാം ഉണ്ട്. അപ്പം ഇതാവുമ്പല്ലേ നമുക്ക് ഫാമിലി ആയിട്ട് കയറാൻ പറ്റും. ബാക്കി റൈഡാണെങ്കിൽ ഇതിന് ഇതെടുക്കണ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫസ്റ്റ്, പിന്നെ എങ്ങനെയുണ്ട് അമ്മ ഒന്ന് പിടിക്കുന്നത് ഇതിന് ഇപ്പൊ തിരുത്തണ്ട, അപ്പുറത്ത് കാണുന്നില്ല അവന് കഴിഞ്ഞ അല്ലല്ലോ. അപ്പം ഇയാളെ ഇവിടെ സൂപ്പറാണോ? സൂപ്പറാണ്. ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ഗ്ലോബൽ വില്ലേജിൻ്റെ വ്യൂ വന്നിട്ട് അടിപൊളിയായിട്ടാണ്. എന്തായാലും നമ്മൾ ഈ ജൈൻ വീലിൽ കയറാമെന്ന് തിരഞ്ഞെടുത്തത് നല്ലതായെന്ന് തോന്നി. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ലൊരു വ്യൂ ആണ്. ഒന്നാമത് നമ്മളിത് നടന്ന് കണ്ട് തീരൂല, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നല്ലതായിട്ട് തോന്നി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ മുന്നിൽ കാണുന്ന ഈ റൈഡിലെല്ലാം കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആരെങ്കിലും ഒരാൾ കൂട്ടിനുണ്ടെങ്കിലല്ലേ രസമുള്ളൂ അല്ലേ. ഒറ്റ കയറാനൊരു പേടിയും ഒരു മടിയും അല്ലേ. അങ്ങനെ അതിലൊന്നും കയറിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാമെന്ന് നടന്നു. അതൊക്കെ നമുക്ക് പതിയെ കാണാം.
അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഹാപ്പിയായി, അതുപോലെ തന്നെ ദിദു ഹാപ്പിയായി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയത് കാണാൻ പറ്റും ഇങ്ങനത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോരോ പെർഫോമൻസ് ഉണ്ടാവും. ഹോസ്റ്റിംഗ് ലൈവ് ഷോസ് ഉണ്ടാവും, അതുപോലെ ഓൺ സ്റ്റേജ് ചിൽഡ്രൻ പെർഫോമൻസ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് പെർഫോമൻസ്, പിന്നെ സ്റ്റണ്ട് ഷോ, ഇങ്ങനെ പലതരമായിരിക്കും ഓരോ ദിവസം. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പിന്നെ കണ്ടത് ഇത് കണ്ടോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റാണിത്. അങ്ങനെ അതിലോട്ട് നമ്മൾ നടക്കാൻ വെച്ചു. അവിടെ നിന്ന് വെച്ചാൽ ബോട്ടിൽ തന്നെ ഇങ്ങനെ ലൈവായിട്ട് അവർ കുക്ക് ചെയ്ത് തരും. പിന്നെ ബോട്ട് യാത്രയൊക്കെ ഉണ്ടായിട്ടോ. അങ്ങനെ ഇതിലോട്ട് നമ്മൾ കുറച്ച് നടന്നു. പിന്നെ നമ്മൾ ഇവിടെ തായ്ലൻഡ് ഫുഡാണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്തത്. നമ്മൾ വാങ്ങിച്ചത് വന്നിട്ട് നൂഡിൽസാണ്, ചിക്കൻ നൂഡിൽസ്, അതുപോലെ തന്നെ ഷ്രിംപിൻ്റെ നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് ഷ്രിംപ്, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ എന്തോ ഒരു ഇവരെ സ്റ്റിക്കി റൈസ്. അതെന്ന് തോന്നാം സ്റ്റിക്കി റൈസ് അല്ല, നോർമൽ ഒരു പച്ചരി ചോറും ഒരു മുട്ട ഓംപ്ലേറ്റും പോലെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ. അവരുടെ ഫുഡ് നല്ലതുണ്ട്, പലതരം സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് വൺ ടൈം കഴിക്കാം. ഇപ്പോൾ ഇത് മൊത്തം ആൾക്കാരാണ്, നമുക്കിങ്ങനെ പായൊക്കെ കൊണ്ടുവന്നാൽ ഇങ്ങനെ വിരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം, ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കുക, അവിടെ നിന്ന് വാങ്ങിയിട്ടും ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇതാ ഇവിടെ നിന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ദിദുവോട് ചോദിക്കാം, ദിദുവിന് ഗ്ലോബൽ വില്ലേജ് ഇഷ്ടമായോ ഒന്നും? ദിദു, ഗ്ലോബൽ വില്ലേജ് ഇഷ്ടമായ? ഇഷ്ടമായ? എത്ര ഇഷ്ടമായി? ഭയങ്കര. ഓക്കെ, അപ്പൊ ആർക്കും ഭയങ്കര ഇഷ്ടമായി, നമുക്കും ഇഷ്ടമായി കേട്ടോ. നടന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം 11 മണിയാവാറായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്ന് ടയർഡ് മാത്രമല്ല, നമുക്ക് കാലിലെ വേദനിക്കാൻ തുടങ്ങി, ഒരുപാട് നടന്നില്ല. അപ്പം ഫൈനലി എല്ലാവർക്കും ഇന്ത്യൻ പവിലിയനിലൊന്ന് കയറണമെന്നൊരാഗ്രഹം കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്ക് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഇച്ചിരി ദൂരേനു വന്നാലും നമ്മൾ അവിടെ നടന്നെത്തി. ഇതാണ് നമ്മൾ ഇന്ത്യൻ പവിലിയന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാ കൊല്ലം അവർ കുറച്ച് ചേഞ്ചസ് വരുത്തും. അപ്പോൾ ഈ കൊല്ലം കുറച്ച് നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും നല്ല ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി, ഇതിൻ്റെ ഉള്ളിൽ പോയി കേട്ടോ. നമുക്ക് നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന ഡ്രസ്സ്, അതുപോലെ ചപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ റൊട്ടി മേക്കിംഗ് എല്ലാം ഇങ്ങനെ നമ്മൾ അഥവാ റേറ്റ് ചോദിക്കാൻ പോയി അവർ നമ്മളെ കൊണ്ട് അത് പറഞ്ഞ് പിടിപ്പിക്കും. അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പലതരം ചപ്പൽസ്, ഷൂസ്, നൈറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് ഡ്രസ്സും, ബാംഗിൾസ്, ഇങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ കണ്ട് എന്നിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ടയേർഡായിന്. അപ്പം നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ഗ്ലോബൽ വില്ലേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂടെ നമുക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എല്ലാ കൊല്ലം വരുന്നതാണ്. എല്ലാ കൊല്ലം ചിലവർ കുറേ തവണ വിസിറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അത്രത്തോളം രസമാണ്, സമയം പോകുന്നത് അറിയില്ല. എന്താ പറയുക, UAE ഉണ്ടായിട്ട് ആരും വിസിറ്റ് ചെയ്യാത്തവരുണ്ട്, അന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. 25 ദിർഹംസിന് വർത്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ പോലെ ലൈക്ക് ചെയ്തവരെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.